കോൺഗ്രസ് ആ രൂപത്തിലേക്ക് മാറിയില്ലേ? ഇപ്പോൾ കോൺഗ്രസ് എന്നത് സ്കൂൾ ഓഫ് ഇമ്മോറൽ സ്റ്റഡീസ് ആയി മാറി. ഇതാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്. സ്കൂൾ ഓഫ് ഇമ്മോറൽ സ്റ്റഡീസായി കോൺഗ്രസ് മാറി. ഇത്തരത്തിലുള്ള കോൺഗ്രസിനെ ഈ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കോൺഗ്രസ്സായി അധികാര സ്ഥാനത്തിലിരുന്നാൽ എന്ത് വൃത്തികേടും ചെയ്യാം എന്നാണ്. ഇപ്പോൾ ഒറ്റപ്പാലത്തെ UDFൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ എനിക്ക് കള്ളിൽ സ്പിരിറ്റ് കലക്കുന്ന കാര്യമേ അറിയുള്ളൂ, അതിൻ്റെ തീവ്രത നോക്കിയാൽ മതി എന്നൊരു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു. എനിക്ക് അദ്ദേഹത്തിനോടേ പറയാനുള്ളൂ, ഞങ്ങളുടെ പേരിൽ അങ്ങനെ എന്തെങ്കിലും അത്തരം കാര്യങ്ങളിൽ ശരിയായ തെളിവുകൾ, ഒരു കുഞ്ഞു തെളിവ് ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷേ VD സതീശൻ ഇപ്പോൾ കോൺഗ്രസ് പട്ടിരിക്കുന്ന ഈ അധപ്പതനം, അതിന് മറുപടി പറയണ്ടേ? ഒരു പട്ടികജാതി വിഭാഗത്തിലെ 22 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ ഈ കൗൺസിലർ ഗർഭമാക്കി ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിനാണ് സതീശൻ മറുപടി പറയേണ്ടത്. അപ്പോൾ സതീശൻ സ്വന്തം കണ്ണിൽ കുന്തം കിടക്കുമ്പോൾ ആരാൻ്റെ കണ്ണിലെ പൊടി തപ്പരുത്. ഇതിനാണ് മറുപടി പറയേണ്ടത്. ഈ കാര്യത്തിൽ ഇതെല്ലാം ചെയ്താലും കോൺഗ്രസ് ആണെന്ന് പറയാനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കാനും യാതൊരു ഉളുപ്പുമില്ല. അത്തരക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സതീശൻ സ്വീകരിക്കുകയല്ലേ, കോൺഗ്രസ് സ്വീകരിക്കുകയല്ലേ? അതിനാണ് മറുപടി പറയേണ്ടത്. വേറെ കാര്യമുള്ളത്, പരാതിക്കാരി പറയുന്നത് ഷാഫി പറമ്പിലിന്റെ ആളാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആശാനാണ് തന്റെ എന്ന് ഉൾപ്പെടെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അത്രയും ഗൗരവമേറിയ കാര്യങ്ങളല്ലേ? അതല്ലേ ഞാൻ അന്ന് ഹെഡ്മാഷ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ നേർക്ക് വന്നവരല്ലേ? ഏഷ്യാനെറ്റ് വൈകിട്ട് ഒരു ദിവസം ചർച്ചയെ സംഘടിപ്പിച്ചല്ലോ എനിക്കെതിരെ. നിങ്ങൾ ആലോചിക്കണം, ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഒരു ദൃശ്യമാധ്യമം തനി തോന്നിയാസം ചെയ്ത ഒരാൾക്ക് വേണ്ടി കേരളത്തിലെ പൊതുസമൂഹത്തിൽ ന്യായീകരിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാടെടുത്തില്ലേ? ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതാണോ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തിന് ഉതകുന്ന കാര്യങ്ങളാണോ? നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നത്. ആ പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഞങ്ങളോട് പ്രതികരണം ചോദിക്കും. നിങ്ങളിപ്പോൾ വന്ന് ചോദിക്കുന്നത് പോലെ ഇത് ഈ നാടിന് അല്ല, ഒരു മിനിറ്റ്, ഇതൊക്കെ ഈ നാടിന് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? അപ്പോൾ അതിന് അങ്ങനെ ഒരു വാചകം പറഞ്ഞു എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം കോലാഹലം ഉണ്ടായി. എന്താ എൻ്റെ ഒരു കാര്യം? ഏഷ്യാനെറ്റ് ഈ ഹെഡ് മാസ്റ്റർ എന്ന് വിളിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടല്ല അന്ന് ചർച്ച നടത്തിയത്. അങ്ങനെ ഒരു ആരോപണം ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തെളിവ് കൂടി പുറത്തുവിടണമായിരുന്നു. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്ന കാര്യം അതേപോലെ പറയുമ്പോൾ ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടില്ലേ? ഞാൻ പറയട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായോ? ഇപ്പോഴെങ്കിലും ബോധ്യമായോ? ഏഷ്യാനെറ്റിന് ഇപ്പോഴെങ്കിലും ബോധ്യമായോ? ജില്ലാ സെക്രട്ടറി അന്ന് അല്ല ഞാൻ പറയുന്നത്, അല്ല അതെ ഞാൻ പറഞ്ഞത് മറ്റ് മാധ്യമങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ എനിക്കെതിരെ ചർച്ച ചെയ്തുകൊണ്ട് എനിക്കൊരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല, അതല്ല പ്രശ്നം. പക്ഷേ നമ്മൾ പറയുന്നതിൽ ഒരു വസ്തുതാപരമായി എന്തെങ്കിലും കാര്യമില്ലാതെ പറയുമോ? ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ തൊട്ടടുത്ത ദിവസം, ഇതെല്ലാം നാട് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. ഈ അളിഞ്ഞ ഒരു രീതിയിലേക്ക് പൊളിറ്റിക്സിനെ കൊണ്ടുപോകരുത് എന്നതാണ് അന്നും സ്റ്റാൻഡ്, ഇന്നും സ്റ്റാൻഡ് പാർട്ടിയുടെ. അതുകൊണ്ടാണ് ഇപ്പോൾ തുടരെ വരികയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകിയിട്ട് ടിഷ്യൂ പേപ്പർ എടുക്കുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനക്കേസ് എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ശിഷ്യന്മാരൊക്കെ ആ രൂപത്തിലല്ലേ, എല്ലാ ശിഷ്യന്മാരും ആ രൂപത്തിലല്ലേ. അപ്പോൾ അത്തരക്കാരെ ഒരു വിധത്തിലും വളരെ സത്യസന്ധമായി പല കാര്യങ്ങളും പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്ന മാധ്യമങ്ങളാണ് നിങ്ങൾ.
ആ മാധ്യമങ്ങൾ ഒരു ഘട്ടത്തിലും ഇത്തരം പ്രവണതയെ ന്യായീകരിക്കരുത്. ഇത്തരം ആളുകളെ പൊളിറ്റിക്സിൽ നിന്ന് ആരായിക്കോട്ടെ എക്സ് ഓർ വൈ അതിൻ്റെ അടുത്തുകൂടി പോകാൻ അനുവദിക്കരുത്. ഇതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്, ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഞാൻ പറയുന്നത് ഇതൊന്നും അല്ലല്ലോ. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് നാട്ടിലെ വീട്ടിൽ കയറി പറയാൻ പറ്റുന്നതാണോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അതെ, അത് പറയുന്നുണ്ടല്ലോ. അത് സ്വാഭാവികമായിട്ട് സ്ത്രീ സുരക്ഷ ഭയങ്കര അപകടത്തിലാണ്. ഇത്തരം സംസ്കാരം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പുതിയ ഒരു നേതൃത്വം, പ്രത്യേകിച്ച് യുവ നേതൃത്വം കോൺഗ്രസ്സിലെ, നിങ്ങൾ നോക്കുക, എന്നും ഇല്ലാത്തൊരു സംസ്കാരം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ പൊതുസമൂഹത്തിൽ. ഇതൊക്കെയാണ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ തരുന്ന സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളിതെല്ലാം ചെയ്യും, ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല എന്ന രീതിയിലുള്ളൊരു പൊതുവായി ഇതെല്ലാം അംഗീകരിക്കപ്പെട്ടോളണം എന്ന നിലയ്ക്കല്ലേ ഇത് കൊണ്ടുവരുന്നത്, വളർത്തിക്കൊണ്ടുവരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെല്ലാം വളരെ ശക്തമായി എതിർക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖല മാധ്യമ മേഖലയാണ്. നിങ്ങൾക്ക് മാത്രമേ ഞങ്ങളെക്കാളും കൂടുതൽ ഈ കാര്യം പൊതുസമൂഹത്തിൽ എതിർക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറഞ്ഞ അതിൽ ഒരു രാഷ്ട്രീയ എന്താ പറയുക, ഒരു രാഷ്ട്രീയമായിട്ട് അതിനെ വേർതിരിക്കും. ഞങ്ങൾ പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയ മാനം കാണും. ഇത് ബോധപൂർവമാണെന്ന് പറയും. നിങ്ങൾ പറയുമ്പോൾ അതുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം സംസ്കാരത്തെ ഇപ്പം തന്നെ, ഈ കാലഘട്ടത്തിൽ തന്നെ, ഈ നാട്ടിലെ സാധാരണപ്പെട്ട പെൺകുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിച്ച് തെരുവാധാരമാക്കുന്ന കോൺഗ്രസിൻ്റെ പുതിയ തലമുറയിലെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം കൊണ്ടുവരുന്നതിനെതിരായി നമ്മളെല്ലാവരും ജാഗ്രതപ്പെടണം. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് കോൺഗ്രസ് ഇപ്പോൾ അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ നാടിന് നാശമേ ഇത്തരം ആളുകളുടെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ കൂടി, മാധ്യമങ്ങൾ കൂടി നന്നായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം.